രാത്രി വൈകിയും നിരവധി ആളുകളാണ് ബന്ധുക്കളെ, ഉറ്റവരെ, ഉടയവരെ എല്ലാം തേടി മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് ഉൾപ്പെടെ എത്തിക്കൊണ്ടേയിരുന്നത്. ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടോ അർജുൻ? അവിടെ ഭക്ഷണം ഉൾപ്പെടെ തയ്യാറായി കഴിഞ്ഞോ? ബിനിൽ, അങ്ങനെ തന്നെയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും ഈ ക്യാമ്പുകളിൽ തുടരുന്നുണ്ട്. ഈ ഉറ്റവരെയൊക്കെ തേടിക്കൊണ്ട് നിരവധി ആളുകൾ ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി അടക്കം ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ആളുകളെക്കുറിച്ച്, കാണാതായ ആളുകളെക്കുറിച്ചൊക്കെ തന്നെ വിവരം തേടിക്കൊണ്ട് നിരവധി ആളുകൾ ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലും അതോടൊപ്പം തന്നെ മറ്റ് ക്യാമ്പുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രാവിലെ മുതൽ തന്നെ സന്നദ്ധ പ്രവർത്തകരും മറ്റും ഇവിടെ ഈ ക്യാമ്പിലുള്ള അന്തേവാസികൾക്ക് ഉള്ള ഭക്ഷണങ്ങൾ ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഒരു സഹായമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തുന്നുണ്ട്. വയനാട്ടിൽ സർവകക്ഷി യോഗമടക്കം ചേർന്ന ശേഷം, നിർണായക യോഗങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്യാമ്പുകളടക്കം മുഖ്യമന്ത്രി സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടിയായിരിക്കും രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുക. രാഹുൽ ഗാന്ധിയും ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പും തൊട്ടടുത്ത ക്യാമ്പും അതോടൊപ്പം തന്നെ ആശുപത്രിയും ഒക്കെ തന്നെ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഭക്ഷണ വിതരണവും മറ്റും നടത്തുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇത്തരത്തിൽ ഉറ്റവരെ തേടിക്കൊണ്ട് ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് അവർ നിലമ്പൂരിലും അതോടൊപ്പം തന്നെ മേപ്പാടിയിലെ വിവിധ ആശുപത്രികളിലും ക്യാമ്പുകളിലുമൊക്കെ തന്നെ ആളുകളെ തിരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഓരോ കുടുംബത്തിലുള്ള നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. അവർക്കായുള്ള അന്വേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള ആളുകളാണ് പ്രധാനമായും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആവർത്തിച്ച് പറയുകയാണ്, ഇങ്ങോട്ടേക്ക് സന്നദ്ധ പ്രവർത്തകർ വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ, അത് പഴയ വസ്ത്രങ്ങൾ കൊണ്ടുവരരുത്. അതോടൊപ്പം തന്നെ ഭക്ഷണങ്ങൾ കൂടുതൽ കാലം നിൽക്കുന്ന, പെട്ടെന്ന് കേടാകാത്ത സാമഗ്രികൾ മാത്രം കൊണ്ടുവരിക എന്നത് സന്നദ്ധ പ്രവർത്തകരും അധികൃതരും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ ക്യാമ്പിൽ ഉള്ള ആളുകളാണ്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ്. ചേട്ടാ, എവിടെ ശരിക്കും സ്ഥലം? ഈരോട് ഇവിടെ മാമ മച്ചാലൊക്കെ അങ്ങ് பார்க்க வந்தோம். എല്ലാവരും ഇവിടെ ഉണ്ടോ? அதான் அந்த 6 பேர் வீட்டில் குழந்தையோட அவங்க சூரியமலையில் அது பார்க்க வந்தோம். എല്ലാവരും ഇവിടെ സേഫ് ആയിട്ടുണ്ടല്ലോ അല്ലേ? சேஃபாண்டு நாங்கள் நைட்டு வந்து അവരെ കാണാൻ വന്നു. அவங்க കണ്ട്. ബിനിൽ, ഇങ്ങനെയാണ് ബന്ധുക്കളൊക്കെ തന്നെ തേടി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാമ്പുകളിൽ ചുരമലയിലുള്ള നിരവധി കുടുംബങ്ങളുണ്ട്. അവരൊക്കെ തന്നെ തേടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഇവിടെ വെച്ച് അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു കിട്ടുന്നുണ്ട്. മറ്റു ചിലർ ഇപ്പോഴും അവരുടെ കുടുംബാംഗങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏതാണ്ട് 200ഓളം പേരെങ്കിലും കാണാതായിട്ടുണ്ട് എന്നാണ് ഏതാണ്ട് ഒരു കണക്ക് പറയുന്നത്. ഇവിടെ ഈ ക്യാമ്പിലുള്ള ആളുകളുടെ പേരുകളൊക്കെ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കടക്കം ഇത്തരത്തിൽ അന്വേഷണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രവർത്തനങ്ങളാണ് ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മറ്റ് ക്യാമ്പുകളിലും നടക്കുന്നത്. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അർജുൻ മട്ടന്നൂർ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് ബെയിലി പാലത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ദീപക് മോഹൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ദീപക്, മറുകര തൊട്ടിരിക്കുകയാണ് പാലം. നമ്മൾ തുടർച്ചയായി രാത്രി മുഴുവൻ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു നടപ്പാലവും അവിടെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ നടപ്പാലത്തിൻ്റെ ഫലം ഉൾപ്പെടെ പരിശോധിച്ച ശേഷം അവിടെ രക്ഷാപ്രവർത്തകരെ നടപ്പാലത്തിലൂടെ മുമ്പോട്ട് പോകാൻ അനുവദിക്കുകയും ചെയ്യും. കുത്തി ഒഴുകുകയാണ് ഇപ്പോഴും ഇരുവഴിഞ്ഞ് പുഴ എന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ പകൽ വെള്ളകീറി പുലർന്നു വരുമ്പോഴേക്കും ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇനി പ്ലാറ്റ്ഫോം ഇടുന്ന നടപടികളാണ് ആരംഭിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം സമയം ഈ പ്ലാറ്റ്ഫോം ഉറപ്പിക്കുന്ന നടപടികൾക്ക് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എടുക്കും ദീപക്?